ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് മത്തങ്ങയുടെ ഇലയാണ്. അപ്പോൾ മത്തങ്ങയുടെ ഇല കൊണ്ട് ഒരു തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ഇലയാണ് കേട്ടോ, അതിപ്പോൾ പൊട്ടിച്ചതാണ്. അപ്പോൾ ഈ ഇല ഞാൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കേട്ടോ. ഓരോ ഇലയിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇലയാണ്. അപ്പോൾ ഇനി നമുക്കിത് കറക്കിയ പാകത്തിന് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിത് ഇങ്ങനെ ചെത്തിയിട്ട് കുറച്ച് ഇങ്ങനെ ഇത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എടുക്കണില്ലേ കറിക്ക്, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. നല്ല ഫ്രഷ് ഇല ഇത് കണ്ട അരിയുമ്പോൾ ആ ഒരു സൗണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഇലയും അരിഞ്ഞ് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മത്തങ്ങയുടെ ഇലയൊക്കെ അതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പം ഞാൻ ഈ മത്തങ്ങയുടെ ഇല ഒരു വലിയ പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ഇതിൽ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിൽ പുരട്ടണം. അതിന് വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പിടുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇലയിലായ കാരണം ഉപ്പ് പെട്ടെന്ന് ഇതിൽ പിടിക്കും. അപ്പോൾ ഇടുമ്പോൾ നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് ഇട്ടോളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി നാളികേരമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പമേ ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പം ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല പോലെ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് അടച്ച് വെച്ചിട്ട് വേവിക്കണില്ല. ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇലക്കറി ആയ കാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം മത്തനിലത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇലക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും നമ്മൾ ഇലക്കറി ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്നല്ലേ പറയുക. അതുപോലെ ഉണ്ണികൾക്കും പിന്നെ എല്ലാ പ്രായക്കാർക്കും നല്ലതാണല്ലോ ഇലക്കറികൾ. അപ്പോൾ മത്തനില കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാവുന്ന ഇലകളാണെങ്കിൽ ഒന്നും കൂടിയും നല്ലതാണ്. വിഷാംശമൊന്നും ഉണ്ടാവില്ല.
ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റു ഇലക്കറികളും വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.